ദിവസങ്ങളാണ്. അതേസമയം ബംഗ്ലാദേശിൽ 13ാമത് പൊതു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലാം നടക്കുകയാണ്. BNPയുടെ ആക്ടിംഗ് ചെയർമാനായ ബീഗം ഖാലിദാസിയുടെ മകൻ താരിഖ് റഹ്മാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ധാക്ക 17, ബോഗ്ര 6 എന്നീ മണ്ഡലങ്ങളിൽ നിന്നായിരിക്കും താരിഖ് മത്സരിക്കുക. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നും ഇന്ത്യ ആൾക്കൂട്ട ആക്രമണങ്ങളെ അപലപിച്ച് AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടെ അജയ് സുധാ ബിജു വിവരങ്ങളുമായി. അജയ്, ഈ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. താരിഖ് റഹ്മാൻ 17 വർഷത്തിന് ശേഷം മടങ്ങിയെത്തി ഈ നേതൃത്വം ഏറ്റെടുക്കുന്നു. ആ സാഹചര്യത്തിലാണ് ബീഗം ഖാലിദാസിയുടെ മരണം കൂടി ഇപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് വിലയിരുത്തിയതുപോലെ അവർ തിരിച്ചുവരവിന് ഒരുങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ AIMIMന്റെ അടക്കം നിലപാട് ഇതൊക്കെ ശ്രദ്ധേയമാവുന്നുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം എങ്ങനെയാകും? ഇതൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ബംഗ്ലാദേശിൽ പുരോഗമിക്കുന്നത്? ശ്രീജ, BNPയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ് എപ്പോഴും ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് ശ്രമിച്ചിരുന്നതെങ്കിൽ BNP ആദ്യം മുതൽ തന്നെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്ത് ശക്തമായി മുന്നോട്ട് പോയിരുന്ന ഒരു പാർട്ടിയാണ്. എന്നാൽ ബംഗ്ലാദേശിലെ ഇപ്പോഴുണ്ടായ ഒരു അനിശ്ചിതത്വം, അവിടുത്തെ ഇടക്കാല സർക്കാർ ഉൾപ്പെടെ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം, ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ തുടർച്ചയായി വരുന്നത്, അവിടെയുള്ള വിദേശകാര്യ മന്ത്രാലയം വരെ ഇപ്പോൾ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ ഡൽഹിയിൽ, ഇപ്പോൾ നിലവിൽ അവിടെയുള്ള വിസാ സേവനങ്ങളെല്ലാം നിർത്തിയെങ്കിലും ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ അത് ഡൽഹിയിൽ തന്നെ തുടരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഉടൻ ധാക്കയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അത് പ്രത്യക്ഷാൽ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളാണ്. ഇന്ത്യ അത് അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയ സാഹചര്യത്തിൽ അത്തരമൊരു സംഭവം അത് ബംഗ്ലാദേശിലില്ല, ന്യൂനപക്ഷങ്ങൾ ഇവിടെ അക്രമത്തിന് ഇരയാകുന്നില്ല എന്ന് പ്രത്യക്ഷാൽ തന്നെ നിഷേധിച്ചുകൊണ്ട് അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ രംഗത്ത് വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അനിശ്ചിതത്വം നിറഞ്ഞതും അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം വർദ്ധിക്കുന്നു, ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ BNP മുൻപ് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച പാർട്ടിയാണെങ്കിൽ പോലും അവർ അധികാരത്തിൽ വരുന്നത് അവിടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതൊന്ന് സ്ഥിരപ്പെടുത്താൻ ഉപകാരമായേക്കും എന്നാണ് പലരും വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൽ എത്തിയ സാഹചര്യത്തിൽ അദ്ദേഹം അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് പൊതുവേദിയിൽ ഉന്നയിച്ചത്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അവർക്കെതിരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണം, എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നെല്ലാം അദ്ദേഹം പൊതുവേദിയിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല അവരുടെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള തീരുമാനം, അവർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യം, മുൻപ് അവരും ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമായിട്ടായിരുന്നു മത്സരിച്ചിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ വന്നിട്ടുള്ള ചില സർവേ റിപ്പോർട്ടുകളെല്ലാം ഉണ്ട്. അത് ബംഗ്ലാദേശ് ആസ്ഥാനമായിട്ടുള്ള ചില പത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ സർവേ കണക്കുകൾ പുറത്തുവിട്ടതനുസരിച്ച് BNPക്കാണ് അവിടെയുള്ള തെരഞ്ഞെടുപ്പിൽ നേരിയ മുൻതൂക്കമുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ BNP രാഷ്ട്രീയപരമായി തന്നെ അവിടെ അധികാരത്തിൽ കയറുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ താരിഖ് റഹ്മാൻ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവിടുത്തെ ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റായി വരുന്നത് ആ പാർട്ടിയുടെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കും. പിന്നെ ഒന്നാമതിപ്പോൾ ഖാലിദാസിയയുടെ മരണം, അതും ഇപ്പോൾ ഒരു സഹതാപ തരംഗം അത് ആ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ BNPയുടെ ചിഹ്നമായിട്ടുള്ള നെൽക്കതിർ അടയാളത്തിലാണ് ഇപ്പോൾ നിലവിൽ താരിഖ് റഹ്മാൻ മത്സരിക്കും എന്നറിയിച്ചിട്ടുള്ളത്. 2 മണ്ഡലങ്ങളിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഒന്ന് ധാക്ക 17 അതുപോലെ തന്നെ ബോഗ്ര 6. ഈ 2 മണ്ഡലങ്ങളിലാണ് അദ്ദേഹം നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. BNPക്ക് വലിയൊരു ഭീഷണിയായി എതിർചേരിയിൽ ഉയരുന്ന ഒരു സഖ്യമെന്ന് പറയുന്നത് നാഷണൽ സിറ്റിസൺസ് പാർട്ടിയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ആയി ചേർന്നുള്ള ഒരു സഖ്യമാണ്. നാഷണൽ സിറ്റിസൺ പാർട്ടി നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഈ 2024 ഷെയ്ഖ് ഹസീനക്കെതിരെയുള്ള കലാപം, വിദ്യാർത്ഥി കലാപം ഉയർന്നു വന്നതിന് പിന്നാലെ അവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ രൂപീകരിച്ച ഒരു പാർട്ടിയാണ് നാഷണൽ സിറ്റിസൺസ് പാർട്ടി. അപ്പോൾ അവർ ആദ്യം മുതൽ തന്നെ ഇത്തരത്തിൽ അവർക്കെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ
പറയുന്നുണ്ടായിരുന്നു. കടുത്ത ഒരു തീവ്ര മത ആശയങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ അവർ നടത്തുന്നു, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്നു എന്നീ ആരോപണങ്ങൾ മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആരോപണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് നിലവിൽ അവർ ആദ്യം തന്നെ വർഗീയ പാർട്ടിയായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കുന്നത്. നിലവിൽ അവർ കൈകോർത്ത് ഒന്നിച്ച് മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. മുൻപ് പ്രീപോൾ സർവേകൾ പ്രകാരം പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് ഏതാണ്ട് 34% വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചിരുന്നത്. നാഷണൽ സിറ്റിസൺ പാർട്ടിക്ക് ഏതാണ്ട് 6% വോട്ടുകൾ ലഭിക്കുമെന്നും സൂചനകളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഒന്നിച്ചു ചേരുന്നത് അത് BNPക്ക് വലിയൊരു ഭീഷണി തന്നെയാണ്. ശരിയാണ് അജയ്. ഇനി അതൊക്കെ എങ്ങനെ സ്വാധീനിക്കും? ഈ പുതിയ സമവാക്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.